എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം കണ്ടിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരത്തേക്ക് തയ്ക്കായിരുന്നു കേട്ടോ. അതിൻ്റെ അവസാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ് എണീക്കുമ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേഗം തുണിയോള് ഡ്രയറിലിട്ടത് എടുത്തു കൊണ്ടുവന്നിട്ട് വേഗം സ്റ്റാൻഡിൽ വിരിച്ചിട്ട് ഭക്ഷണം കൂടിയും കഴിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും 2:30 ഒക്കെ ആയിട്ടുണ്ട്. വേഗം ചൂലും എടുത്ത് കൊണ്ടുവന്നിട്ട് അടിച്ചു വാരി പിന്നെ തുടയ്ക്കാനും കൂടി നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ലൊരു കടി കിട്ടിയിട്ടോ കട്ടുറുമ്പിൻ്റെ. അതില്ലാണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തുടപ്പ് ഇതാ അങ്ങനെ പിഴിഞ്ഞ് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഓടി വന്നിട്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ആളായി. ഇന്ന് മഴയായിരുന്നല്ലോ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് വെയിൽ ഒതിച്ചപ്പോൾ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നീരവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. വാതിലൊക്കെ പൂട്ടിയിട്ടിട്ട് ആ സമയമാകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സ്കൂൾ ബസ്. നമ്മുടെ കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സിലില്ല. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പാടെ 2 ചുള്ളിക്കമ്പ് കൊടുത്തു കൊണ്ടിട്ട് മണ്ണിൽ കുഴിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. കുറേ ദിവസം ആ ചെടി വളർന്ന് വന്നത് ആപ്പിൾ ആവുന്നൊക്കെയാണ് നീരപ്പം പറയണത്. കേറി വരുമ്പോഴേക്കും നീരപ്പം ഇത് ബെൽറ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടോ. ഞാൻ വേഗം വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്തൊക്കെയുള്ള ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ബുക്ക് തുറന്ന് നോക്കുമായിരുന്നു. ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഇനിയിപ്പോൾ വെക്കേഷനല്ല. അതായിരിക്കും ഹോംവർക്കും കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ പുതിയതൊന്നും കൊടുക്കാത്തത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേറെ പഠിപ്പിച്ചിട്ടുമില്ല പറഞ്ഞു. അങ്ങനെ അവൻ്റെ സർപ്രൈസാണിത്. അതൊക്കെ കൊണ്ട് വണ്ടിയിൽ ഓടിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു.